മോളെ പേടിക്കണ്ട, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം. എങ്ങനെ ചേട്ടാ, എങ്ങനെ രക്ഷപ്പെടാം? ഇത് ഇളകുന്നുണ്ട്. എന്റെ ഈശ്വര, ഈ കുട്ടിയെ ഞാനിപ്പോ എങ്ങനെ രക്ഷപ്പെടുത്താം? ഒരു ഐഡിയ വരുന്നില്ലല്ലോ. ആ, ഒരു ഐഡിയ കിട്ടി. ചേട്ടാ പ്ലീസ് രക്ഷപ്പെടുത്ത്. മോളെ, എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. എന്താ ചേട്ടാ? ആലോചിച്ച് നിൽക്കാതെ വേഗം പറ. എന്റെ ചേച്ചി കണ്ട എന്നെ കൊല്ലും ഇപ്പൊ. മോളെ, ഞാനിവിടെ കിടക്കാം. മോളെ എൻ്റെ മോൾ കൂടെ കയറിയിട്ട് ഇങ്ങ് പോര്. അയ്യോ ചേട്ടാ, അതൊക്കെ എനിക്ക് പേടിയാ. മോളെ, അതല്ലാതെ വേറൊരു വഴി ഇപ്പൊ ഇല്ല. എന്നാ അങ്ങനെ തന്നെ ചെയ്യാം. ചേട്ടൻ കിടക്ക്. മോളെ വേഗം കയറി വാ. എനിക്ക് പേടിയാവുന്നുണ്ട്. മോളെ വേഗം, അധികം നേരം എനിക്കിങ്ങനെ കിടക്കാൻ പറ്റില്ല. ഇപ്പൊ ശരിയായില്ല മോളെ? താങ്ക്സ് ചേട്ടാ. വെൽക്കം മോളു. ഈ ചേട്ടനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് നന്ദ ചേച്ചിന്റെ ഫോട്ടോയിൽ കണ്ട ചേട്ടനല്ലേ? അറിയാൻ ചോദിച്ചോക്കിയാലോ? വേണ്ട, നന്ദ ചേച്ചി ആ വിഷയമേ പറയുന്ന ഇഷ്ടമല്ല എന്നാ പറഞ്ഞ. ചോദിക്കണ്ട. മോളെ എന്താ ആലോചിക്കുന്നേ? അത് ഒന്നുമില്ല ചേട്ടാ. ഇനി ഇങ്ങനെ ഒന്ന് ഒറ്റയ്ക്ക് ഇറങ്ങരുത് കേട്ടോ, സൂക്ഷിക്കണേ. മോൾ എന്തോ ആലോചനയല്ല. എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഞാൻ പിന്നെ കാണാം കേട്ടോ. എന്റെ ഈശ്വര, ആ ഫോട്ടോയിലുള്ള ചേട്ടൻ ഇത്ര നല്ല ചേട്ടനായിരുന്നു നന്ദ ചേച്ചിയുടെ ഫ്രണ്ട്. എന്നിട്ട് എന്തിനാ നന്ദ ചേച്ചി എന്നോട് ചൂടായത്? മോളോട് പേര് ചോദിക്കാൻ മറന്നു. മോളെ പേരെന്താ? മാളവിക. മാളൂന്ന് വിളിക്കും. ആ ശരി. നന്ദു ചേച്ചിനോട് ഈ ചേട്ടനെ പറ്റി എനിക്ക് പറയാനും പറ്റില്ല. അപ്പം ഞാൻ ഈ പുഴയിൽ വീണ കാര്യമൊക്കെ അറിയില്ലേ, എന്നെ ചീത്ത പറയും, അമ്മയോടൊക്കെ പറഞ്ഞു കൊടുക്കും. എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ചേട്ടൻ അവിടെ കണ്ട വിവരം നന്ദു ചേച്ചിനോട് പറയണ്ട, അതാ നല്ലത്. ഈ മാൾ എവിടെ പോയി? ഈശ്വര, അമ്പലം മുഴുവൻ ഞാൻ തപ്പി, എന്നിട്ട് അവൾ എവിടെയാ? അവൾ എൻ്റെ കൈമ കിട്ടട്ടെ, ഞാൻ കൊടുക്കാം അവക്ക്. ഇനി ആൻറ്റി എന്നെയല്ലേ ചീത്ത പറയാ? ഒരു ആൻറ്റി അവിടെ നടക്കുന്നുണ്ട്, അവരോട് ചോദിച്ചു നോക്കാം അവളെ കണ്ടിട്ടുണ്ടോന്ന്. ആൻറ്റി, ആൻറ്റി. എന്താ മോളെ, എന്താ വിളിച്ചേ? ആൻറ്റി, എൻ്റെ കൂടെ വന്നിരുന്ന ഒരു കുട്ടിയുണ്ട്. അവളിപ്പോൾ എവിടെയും നോക്കിയിട്ട് കാണുന്നില്ല. ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നതായിരുന്നു. ആണോ മോളെ? ഞാൻ കണ്ടിട്ടില്ല. ഈ പെണ്ണ് എവിടെ പോയി കിടക്കാം? അവൾക്ക് ഞാൻ കൊടുക്കാം. മോള് വന്ന വഴി തന്നെ നോക്ക്. ആ പാലത്തിൻ്റെ അവിടെ ഒരു തോടുണ്ടല്ലോ, ചിലപ്പോൾ അവിടെ എവിടെ എങ്ങാനും ഉണ്ടാവും. അത് ശരി ആൻറ്റി, ഞാൻ പോയി നോക്കാം. താങ്ക്സ് കേട്ടോ. വെൽക്കം മോളു. നല്ല കൊച്ച്. ആൻറ്റി പറഞ്ഞു ശരിയാ. ആ മാളു അതവിടെ നിൽക്കുന്നത്. മാളു, മാളു. അയ്യോ നന്ദ ചേച്ചി, ഓടിക്കോ. ഇവളെന്താ എന്നെ കണ്ടപ്പോടെ നിക്കടി അവിടെ? ഇത്ര നേരം കൂടെ വന്നിട്ട് അവൾ ഒറ്റയ്ക്ക് കയറി പോയിക്കുന്നു. അവൾക്ക് ഞാൻ കൊടുക്കാം. എന്നെ മൈൻഡ് ചെയ്യാതെ ഓടി ഉള്ളോട്ടേ കയറി. അവൾക്ക് ഞാൻ കൊടുക്കാം, കാണിച്ചു തരാം. ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കാം, അപ്പ അവൾക്ക് നല്ലോണം കിട്ടിക്കോളൂ. ഇതെന്താ ഇവിടെ ഒരു പ്രേത വീട് പോലെ? ഇവിടുത്തെ മനുഷ്യന്മാരൊക്കെ മരിച്ചുപോയോ? ലൈറ്റൊക്കെ ഓഫാക്കി. എന്താ ഇവിടെ സംഭവം? ഈ പകലെന്നെ. അയ്യോ, ഇവിടുന്ന് ബോംബ് പൊട്ടിയേ. ഇതെന്താ സംഭവം? ഞങ്ങളെ ചേച്ചിക്ക് സർപ്രൈസ് തന്നതാ. ഇങ്ങനെയോ? മോളൊന്നും പേടിക്കണ്ട, ഇതൊരു ചെറിയ സെലിബ്രേഷനാ. എന്റെ ഐഡിയ ആയിരുന്നു മുത്തശ്ശിനെ കൊണ്ട് പറയിപ്പിക്കാന്, അമ്പലത്തിൽ പോവാന്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ എങ്ങനെയുണ്ട് എടീ എമ്മാതിരി ആക്ടിങ്. എന്നിട്ട് അതൊക്കെ എൻ്റെ ഒരു ട്രിക്കല്ലേ? എങ്ങനെയുണ്ട് മോളെ, ഇഷ്ടപ്പെട്ടോ? എൻ്റെ മുത്തശ്ശി ഞാൻ ആകെ പേടിച്ചു പോയി. മോളൊന്ന് ബാക്കോട്ട് നോക്കിക്കേ. വാവ്, അടിപൊളി കേക്ക്. എങ്ങനെയുണ്ട് ചേച്ചി? എടി നീ കലക്കി പൊളിച്ച് തിമിർത്ത്. ഇഷ്ടായോ മോളെ? ഇഷ്ടാവാതെ മുത്തശ്ശി ഒരുപാട് സന്തോഷമായി. ഈ ഡെക്കറേഷനൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട് മുത്തശ്ശി. മോളെ നീ പോയി എടുത്തു വാ. മുത്തശ്ശി ഇപ്പൊ വരാം. എന്താ മുത്തശ്ശി എടുത്തു വരാൻ പറഞ്ഞേ? വേവോളം കാത്തില്ലേ, ഇനി ആറോളം കാക്കടി. ഇതെന്താടി? അത് വാങ്ങിക്കും മോളെ. താങ്ക് യു മോളു. ഇനി ആ തൊപ്പി തലേ വെക്ക്. മുത്തശ്ശി തന്നെ വെച്ചു കൊടുക്ക മുത്തശ്ശി. അതെ അമ്മേ, അമ്മ വെച്ചു കൊടുക്ക അവക്ക്. അതെ, അമ്മ തന്നെ വെച്ചു കൊടുത്താൽ മതി. എന്നാ തൊപ്പി ഇങ്ങത്താ മോളെ. ഇതാ മുത്തശ്ശി. അടിപൊളിയായല്ലോ. അതെ മോളെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്റെ മോള് സുന്ദരിയായി. താങ്ക് യു മുത്തശ്ശി. അയ്യേ, മോളെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നേ? അതെന്നെ നന്ദ ചേച്ചി, സന്തോഷിക്കുന്ന സമയത്ത് കരിയാ. നിങ്ങളൊക്കെ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്ന ആലോചിക്കുമ്പോ മോളെ നീ കരയല്ലേ? മുത്തശ്ശി കരയും. നന്ദു നീ തുടങ്ങല്ലേ, അമ്മ പിന്നെ നിർത്തില്ല. അതെന്നെ നന്ദ ചേച്ചി ചിരിച്ച് എന്റെ പോലെ ഈ പല്ല് മുഴുവൻ കാണട്ടെ. നന്ദു.